തലസ്ഥാനത്ത് റോഡുകൾ ഇപ്പൊ സ്മാർട്ടാണ്, പക്ഷെ ആ റോഡിനേക്കാൾ ഓവർ സ്മാർട്ട് ആവാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പൊതുവേ ഉള്ള ഒരു നാട്ടുവർത്താനം. എല്ലാവരും ഒന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാരണം കേരളത്തിൽ ഒരു 60 റോഡുകൾ, നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള റോഡുകൾ വന്നു എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. ഒരാളൊഴികെ മന്ത്രി എം പി രാജേഷ് തദ്ദേശ വകുപ്പിൽ നിന്ന് 19 കോടി ഉറുപ്പിക എടുത്തിട്ടാണ് സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നിട്ട് എന്തായി, ഉദ്ഘാടനത്തിന്റെ ടൈം ആയപ്പോ പേരിന് പോലും ഒരു ഫ്ലെക്സിലും ഞങ്ങളുടെ രാജേഷ് ഏട്ടന്റെ ഫോട്ടോ ഇല്ല. മൂപ്പര് നൈസായി ഒഴിവാക്കി. കാശ് തദ്ദേശ വകുപ്പിൽ നിന്ന് വേണം, പക്ഷെ ക്രെഡിറ്റ് റിയാസേട്ടനും പൊതുമരാമത്തിനും അല്ലേ? ശരിയാക്കി തന്നെ കേട്ടാ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു. ഇപ്പോൾ നല്ല റോഡുകൾ വരുന്നത് പൊതുവെ നല്ല മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കും, അംഗീകരിക്കും. മനസ്സിന് കുഴപ്പമുള്ളവർക്കാണ് ഇതിൽ സന്തോഷമില്ലാതെ വരിക. സങ്കടപ്പെടുന്നവർ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നുള്ളൂ, പരാതി പറയുന്നവർ അത് തുടർന്നുള്ളൂ. പക്ഷെ സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടനമാമംഗം അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന റിയാസേട്ടൻ. സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നില്ല. രാജേഷ് ഏട്ടൻ റിയാസിന്റെ കാര്യം മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരാതിരുന്നതെന്നാണ് ഇവിടെ പൊതുവേ ഉള്ളൊരു ടോക്ക്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ എന്താണെന്നറിയില്ല, രാജേഷ് ഏട്ടൻ മുഖ്യമന്ത്രിയോട് പോയി പരാതി പറഞ്ഞതും മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് ജലദോഷം പിടിച്ചു. അതുകൊണ്ടാ വരാതിരുന്നേ. അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കടന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. ആരുടെയെങ്കിലും അത് നമ്മൾ പറയണമെന്നുള്ളത്. എന്തായാലും അങ്ങനെ കിട്ടിയ ഫണ്ടല്ലല്ലോ. ഈ മറുപടി ജിമാരോടുള്ളതാണെങ്കിലും ഇതേ കാര്യമായിരിക്കും രാജേഷ് ഏട്ടനും ചോദിക്കാനുണ്ടാവുക. പാവത്തിന്റെ വകുപ്പിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക തറപ്പെടുത്തിയിട്ട് സ്വയം ഹീറോ ആവണല്ലേ? പ്രതിഷേധ സൂചകമായിട്ട് സ്മാർട്ട് റോഡ് ഉദ്ഘാടന പരിപാടിയുടെ വേദിയുടെ പടി പോലും ചവിട്ടില്ലെന്ന് രാജേഷ് ഏട്ടൻ അങ്ങോട്ട് ശപഥം എടുത്തു. ഇത്രയും കോലാഹലം ഉണ്ടായിട്ടും പകലൊന്നും രാജേഷ് ഏട്ടനെ പുറത്തേക്ക് കണ്ടതേ ഇല്ല. രാത്രിയായപ്പോ പുറത്തേക്ക് ഇറങ്ങി. വസ്തുതാവിരുദ്ധമായ വാർത്ത രാവിലെ 2 ചാനലുകൾ കൊടുത്തു. പിന്നീട് ആ വസ്തുതാവിരുദ്ധ വാർത്ത മറ്റുള്ളവരും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രാവിലെ അല്ലേ നിങ്ങളുടെ പിണക്ക വാർത്ത പുറത്തേക്ക് വന്നത്? വാർത്ത വസ്തുതാവിരുദ്ധാണെന്ന് മിനിസ്റ്റർ പറയുകയും ചെയ്തു. എന്നിട്ട് എന്തേ ഈ വാർത്ത നിഷേധിക്കാൻ ഇത്രയും സമയം എടുത്തത്? തിരക്കായി പോയി ഉണ്ടാവും അല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണ്, ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊന്നും നിഷ്കളങ്കമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, നിരുപദ്രവകരമായിട്ടും കൊടുക്കുന്നതല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം ഇനിയും ഇത്തരത്തിലുള്ള പലതും പ്രതീക്ഷിക്കേണ്ടി വരും. ഇത് റിയാസേട്ടൻ നേരത്തെ അടിച്ചതുപോലെ ഒരു ദ്വയാർത്ഥം ആദ്യം കേൾക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയണതാണെന്ന് തോന്നും. ബട്ട് അല്ല, ഫ്ലക്സിൽ നിന്ന് അവഗണിച്ചവരാരോ അവർക്കുള്ളതാണ് ദീ മറുപടി. പിന്നെ വാർത്ത നിഷേധിക്കാൻ വൈകിയത് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് റിയാസേട്ടൻ്റെയും ടീമിൻ്റെയും തനി നിറം എല്ലാവരും അറിയട്ടെ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ശരി, ഇനി ഒരു കാര്യം വിചാരിക്കുക, ഇതിപ്പോൾ വ്യാജ വാർത്തയാണ് എന്ന് വെക്ക്. അപ്പം എന്താണ് നിങ്ങൾ സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൻ്റെ അന്ന് വരാണ്ടിരുന്നത്? മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിൽ റവന്യൂ മന്ത്രിക്കൊപ്പം ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗം തീർന്ന് വളരെ വൈകിയാണ്. ഓ ഐ സി, അന്നും ബിസി ആയിരുന്നു. ഈ ബിസി മാൻ്റെ ഒരു കാര്യം പോടുന്നു. അല്ല രാജേഷ് ഏട്ടാ, മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം 5 മണിക്ക് കഴിഞ്ഞില്ലേ? നവീന നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പോയിരുന്നില്ലേ? 5 മണിക്ക് യോഗം തീർന്നില്ലല്ലോ, 6 മണി വരെ യോഗം നീണ്ടുപോയില്ലേ? ആണോ? അപ്പൊ ആ യോഗത്തിലുണ്ടായിരുന്ന ശിവൻകുട്ടി മിനിസ്റ്റർ എങ്ങനെയാ സ്മാർട്ട് റോഡ് ഉദ്ഘാടന വേദിയിലെത്തിയത്? ഈ മൂപ്പര് കുമ്പിടി എങ്ങനെയാണോ? ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. എന്നാ രാജേഷ് ഏട്ടന് അങ്ങനെ പോവായിരുന്നില്ലേ? പോട്ടെ, എല്ലാം നിങ്ങളുടെ പരിപാടി തന്നെയല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു പരിപാടിയുടെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പറ്റുമായിരുന്നില്ലേ? നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോയി പിണങ്ങിപ്പോയി. നിങ്ങളൊക്കെ എത്ര നിഷേധിച്ചാലും കാര്യങ്ങളുടെ കിടപ്പ് നാട്ടുകാർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് റോഡൊക്കെ സ്മാർട്ടാണ്, പക്ഷെ മന്ത്രിമാരിൽ ആരാണ് സ്മാർട്ട് എന്നുള്ളതിലാണ് മത്സരം നടക്കുന്നത്. എല്ലാ ഫ്ലെക്സിലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് നടക്കുന്നവരും ആ ഫ്ലെക്സിൽ എൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല എന്ന് പരാതി പറയുന്നവരും കൊഞ്ചം ഓവർ അല്ലേ എന്നാണ് പൊതുവേ ഉള്ളൊരു ജനസംസാരം.